If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. जिसके आने से मुकम्मल हो गई थी जिंदगी, दस्तकें खुशियों ने दी थी, मिट गई थी हर कमी। क्यों बेवजह थी ये सजा, क्यों ख्वाब देके वो ले गया, जिए जो हम लगे सितम, अज़ाब ऐसे वो देगा। Just let me love you when your heart is tired. വരൂ സാർ, തനിക്ക് ഒരു ടൈം നേരെ കേട്ടാ അറിയൂലേ? വെരി പ്രോപ്പർലി. സോറി സാർ, സാർ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? അറിഞ്ഞ മുത്തശ്ശൻ വിളിച്ചിരുന്നു. 2 വർഷമായില്ലേ ഇപ്പോൾ UK തന്നെ. അത്യാവശ്യമായി നാട്ടിൽ ചെല്ലാൻ മുത്തശ്ശന് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. സാർ എപ്പോഴാണ് അപ്പോൾ പോണത്? ടുഡേ ഈവനിങ്. ഓക്കെ സാർ, ഈവനിങ് ആകുമ്പോഴേക്കും നമ്മുടെ പ്രൈവറ്റ് ജെറ്റ് ഇവിടെ എത്തും. നോ, ഇന്ന് സാധാ ഫ്ലൈറ്റ് ഞാൻ ബുക്ക് ഉണ്ട്. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. സ്റ്റാഫ് ഒന്നും വേണ്ട എൻ്റെ ഒപ്പം. നോ സാർ, ദിസ് ഈസ് മൈ ഓർഡർ. ബട്ട് സാർ, ഞാൻ ഉറപ്പായും വരും. താങ്കളുടെ സേഫ്റ്റി എനിക്ക് ഉറപ്പുവരുത്തിയേ മതിയാവൂ. പ്ലീസ് സാർ. ഓക്കെ, പക്ഷെ താൻ മാത്രം. ഓക്കെ സാർ, ഞാനപ്പോൾ ഇന്ത്യയിലേക്ക് 2 ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സമയത്തായി? 1:40 സാർ. 1:00 ഇവിടെ ഈ ടേബിളിൽ ഫുഡ് ഉണ്ടായിരിക്കണം എന്നറിയില്ലേ? വേഴ്സ് ദ കിച്ചൺ സ്റ്റാഫ്? സോറി സാർ, ഞാനിപ്പോൾ തന്നെ വിളിക്കാം. സാർ, ഞാൻ എത്ര മണിക്കാണ് ഈ ടേബിളിൽ ഫുഡ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്? 1:30 സാർ. ദെൻ വേഴ്സ് ദ ഫുഡ്? സാർ, അത് ഞാൻ ഉണ്ടാക്കാനായിട്ട്. ഫയർഡ്. സാർ സാർ സാർ, ഔട്ട് ഔട്ട്. എനിക്കിന്ന് ഫുഡ് വേണ്ട, ഞാൻ മേലെ റൂമിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൾ മീ. താൻ മാത്രം വേറൊരു സ്റ്റാഫിനെ അകത്തേക്ക് കയറ്റി വിടരുത്. ക്യാൻ യു ഹിയർ മീ? യെസ് സാർ. എന്റെ ജോലി തിരിച്ചു മേടിച്ചതാണ്. സോറി സാർ, ഒരു പ്രാവശ്യം തീരുമാനം എടുത്തതാണ്. ആ തീരുമാനം മറ്റാർക്കും മാറ്റാൻ കഴിയില്ല, ഒരാളൊഴികെ. സാറിന്റെ മുത്തച്ഛൻ. മുത്തച്ഛൻ എവിടെ കാണും? ഞാൻ പോയി പറയാം. മുത്തച്ഛൻ ഇന്ത്യയിലുണ്ട്, വേണമെങ്കിൽ പോയി കാലുപിടിച്ച് ജോലി മേടിച്ചു. ഈ ഉണക്ക ജോലിക്ക് വേണ്ടി ഞാൻ ഇനി UK ഇന്ത്യയിലോട്ട് പോണേ. ഇന്ത്യയിലേക്ക് ഞാനാവട്ടെ കിളവന്റെ കാല് പിടിക്കണം. എനിക്ക് വേണ്ടി ഇപ്പൊ ഉണക്ക ജോലി. പിന്നെന്തിനാ ഇവിടെ കിടന്ന് ചിലക്കണത്? ചിലക്കാണ്ട് പോടാ. പോയി പറയട്ടെ ബോസ്, അതിന് പറ്റിയ ഒരു സ്റ്റാഫും. ഇയാളൊക്കെ എന്നവരാണ്. നീയൊക്കെ വെള്ളം കിട്ടാണ്ടിയാവോടാ. ആ കൊലക്കണ പട്ടിനെ വെടി വെച്ച് കൊന്നേക്ക്. അയ്യോ, ഞാൻ പോണേ. സാർ, എയർപോർട്ട് എത്തി. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. But if I lay down and I play dead and I stay dead, maybe you'll get sick of being the monster out of my
സോറി സാർ. അയ്യോ എന്ത് പറ്റി സാർ? കണ്ടില്ലേ ഈ ഇഡിയറ്റ് എന്റെ മേത്ത് വെള്ളം കൊട്ടി കളഞ്ഞു. ബ്രെയിൻലെസ് ഫെലോ. ഇഡിയറ്റ് എന്റെ അമ്മൂമ്മ, ബ്രെയിൻലെസ് ഫെലോ എന്റെ അപ്പൂപ്പൻ. പല്ലി അടിച്ചു പൊട്ടിക്കണ്ട, വെള്ളല്ലേ, അല്ലാതെ ചാണകമൊന്നല്ലല്ലോ. എഴുണ്ടക്കണ്ണ ഇയാളെ കൊണ്ടുപോയി വെയിലെത്തരുത്, കുറച്ച് കഴിയുമ്പോ ഉണങ്ങി കിട്ടും. നിക്കടാ താൻ പോടോ, പിന്നെ ആദ്യം മേത്ത് വെള്ളം വീഴാത്ത മാറ്റി. എന്റെ മേത്ത് വന്നിടിച്ചിട്ട് എന്റെ മേത്ത് വെള്ളം കൊട്ടിക്കളഞ്ഞാൽ പോരാ, ഇത് ന്യായം പറയണ. തന്റെ അവിടെ തരം കേട്ടതൊന്നല്ല, ഞാൻ മനഃപൂർവ്വം വന്നിടിച്ചിട്ടാന്ന് അറിയാതെ പറ്റിപ്പോയതല്ലേ, സോറിയും പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇത്ര ഷോ ഇറക്കണത്? താൻ പോടോ, എനിക്ക് വേറെ പണിയുണ്ട്. ഹേ സ്റ്റോപ്പ് ദ. അവൻ പോയി. കൾച്ചറൽസ് ഫെലോ. ഞാൻ ആരാണെന്ന് അവനെ അറിയില്ല. ബ്ലോഡി. പോട്ടെ സാർ, നമുക്കിതും പറഞ്ഞ് നിൽക്കാൻ സമയമില്ല, നമുക്ക് പോവാം. തൽക്കാലത്തേക്ക് പോവാം. മുത്തച്ഛനായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന്. പേരോടെ പേടിതെറിയും ഞാൻ അവനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും വിതിൻ 24 hours എനിക്ക് കിട്ടിയിരിക്കണം. ദ കംപ്ലീറ്റ് ഹിസ്റ്ററി. ഷ്യൂർ സാർ, വരൂ. എന്താടോ അവിടെ ഒരാൾക്കൂട്ടം? സ്റ്റോപ്പ് ദ കാർ. ഓ ബ്യൂട്ടിഫുൾ വോയിസ്. എന്താ സാർ? ഒന്നുമില്ല. അല്ലടോ ഇത് അവനല്ലേ? അതെ സാർ, നമ്മൾ എയർപോർട്ടിൽ വെച്ചാണ്ടവൻ. ശേ, തെരി പാട്ട് പാടി നടക്കുന്ന ഇവനൊക്കെയാണ് എൻ്റെ കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രത്തിൽ വന്നിടിച്ചത്, വെള്ളം വീഴ്ത്തിയത്. അല്ലെങ്കിൽ ഇവന്മാരുടെ നോക്കി ഇത്രയും കളിച്ചത് പ്രതീക്ഷിച്ചാൽ പോരെ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവനൊക്കെ ഇത്രയും ഫാൻസാ. അവൻ്റെ പാട്ട് ഞാൻ ശരിയാക്കി തരാം. നോ സാർ, അവിവേകം ഒന്നും കാണിക്കരുത്. ഫാൻസിൻ്റെ പവർ സാറിനെ അറിയാത്തതുകൊണ്ടാണ്. ബട്ട് അവൻ മൾട്ടി മില്യണർ. പക്ഷെ അത് അവർക്കറിയില്ല. സാറ് സമാധാനപ്പെടുക, അവനുള്ള പണി നമുക്ക് പിന്നെ കൊടുക്കാം. ഓക്കെ, എന്നോട് എതിർത്ത് സംസാരിച്ചതിന് അവനെ ഞാൻ കറിയിപ്പിച്ചെടുക്കും. അവൻ എത്ര ഫാൻസ് ഉണ്ടെങ്കിലും എത്ര വലിയ ഗായകനാണേലും. മോനെ, എന്റെ പൊന്നു മോൻ വന്ന് എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഗ്രാൻഡ്പാ എവിടെ? എന്റെ മോനെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. ഗ്രാൻഡ്പാ ക്ഷണിച്ചല്ല. ഇവിടുത്തെ ജോലിക്കാരെന്താ മര്യാദ നോക്കണമെന്നില്ലേ? പിന്നെ എന്തിനാ അവര് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കണത്? ഇല്ലടാ, അവരെന്നെ നന്നായി നോക്കണ്ട്. നീ അകത്തേക്ക് വാ. എന്തേ അവനെന്തേ? വേഴ്സ് മൈ ബ്രദർ? അവൻ മേലെ റൂമിലുണ്ടാവും. ഇത്രയും നേരം ഫോണിൽ ചൂണ്ടിക്കൊണ്ട് ഇവിടെ വെപ്പുണ്ടായിരുന്നു. ഞാനൊന്ന് അവനെ കാണട്ടെ. ആടാ, നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വായോ. അപ്പോഴേക്കും ഫുഡ് റെഡിയാക്കി വെക്കാം. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. വരുമ്പോ നിന്റെ അനിയനെയും കൂട്ടി വാ. ശരി ഗ്രാൻഡ്പാ. ഹേ ബ്രോ, ഇതെപ്പറ്റി? നീ ഇവിടെ ഉണ്ടായിരുന്ന? എവിടെ വിളിച്ചിരിക്കുന്നു? ഒരു അർജന്റ് കോളിലായിരുന്നു ഓഫീസിൽ നിന്നേ. ഉവ്വേ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. നീ ഒന്നുകിൽ ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ വല്ല അർജന്റ് കോൾ ഉണ്ടെങ്കിൽ അത് ചെയ്തു. നീരാട്ട് കഴിഞ്ഞ എന്തുവാടേ ഇത്ര മണിക്കൂറാ കുളി? ആടെ എയർപോർട്ടിൽ വെച്ചിട്ട് മാറിനായിട്ട് കൂട്ടിയിടിച്ച്, പിന്നെ തേച്ചൊടിച്ച് കുളിക്കാണ്ട് പറ്റുമോ? നിന്റെ കൈയൊക്കെ ചോന്നിരിക്കണല്ലോ, എന്തൊറ്റി? പറഞ്ഞത് തേച്ചൊടിച്ച് കുളിച്ചെന്നു. എന്തുവാടെ നിന്റെ ശരീരല്ലേ ഇത്? നിനക്ക് വേദന എടുക്കൂലേ? ആ കൂട്ടിയിടിച്ചാലോട് ഇത്ര ദേഷ്യോ? അത് വിട്, വാ നമുക്ക് ഗ്രാൻഡ്പാ അടുത്തേക്ക് പോവാം. ഗ്രാൻഡ്പാ എന്തുട്ടി കാണുന്നത് ഫോണില്? അത് ഗ്രാൻഡ്പാടെ ഫേവറേറ്റ് സിംഗറിന്റെ പ്രോഗ്രാം. വേണമെങ്കിൽ എന്റെ അടിപൊളി വോയിസ് ആണ് ചെക്കൻ്റെ. കേട്ട് ഞാൻ ഉള്ളി മഴ പെയ്യണ ഫീലാണ്. അതെ, നല്ല മോനാണ്, നല്ല സൗണ്ടാണ് അവന്റെ, നല്ല ഭംഗിയാണ് അവനെ കാണാൻ. ആരടാ അത്? അത്ര വലിയ ഫേമസ് സിംഗർ ഒന്നുമല്ല, പക്ഷെ ആളുടെ വീട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. എവിടെ ഞാൻ കണ്ടേ? ഐ നീ ഉറപ്പായിട്ട് അവന്റെ ഫാനാവും. ഇതവനല്ലേ? എന്താ? നോ നത്തിങ്. ഓഹോ, അപ്പൊ നീ ഇവിടുത്തെ വലിയ പുള്ളിയാണല്ലേ? എന്റെ ഗ്രാൻഡ്പാറിനെയും ബ്രദറിനൊക്കെ അവൻ കയ്യിലെടുത്തേക്കാണ്. ഡാ, നീ വല്ലതും കേൾക്കണുണ്ടാ? എന്താ 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 നീ പറഞ്ഞ? യുനോ ഹി ഈസ് ജസ്റ്റ് 23. നല്ല ഹാർഡ് വർക്കിംഗ് ആണ് പാവം. അവന് കുറേ ഫാൻസ് ഉണ്ട് ഇവിടെ. എന്തായാലും ആവട്ടെ. അവന്റെ പേരെന്താണ്? കുക്കി. യു മീൻ കഴിക്കണ കുക്കി ബിസ്ക്കറ്റ്? നോ നോ, ഇത് വേറെ കുക്കി. ഫാൻസിന്റെ ഇടയിലുള്ള അവന്റെ നിക്നെയിമാ കുക്കിന്ന്. ശരിക്കും പേര് ജോൺ ജങ്കുക്ക്. ജോൺ ജങ്കുക്ക്. ആക്ച്വലി മോനോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളതുകൊണ്ടാ ഉടനെ വരാൻ പറഞ്ഞത്. അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. എന്തു പറ്റി ഗ്രാൻഡ്പാ? എന്നോട് ഒരു ഗ്രാൻഡ്പാ ഇതുവരെ പറഞ്ഞില്ല. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചെന്നറിയാവി. എന്താ ഗ്രാൻഡ്പാ? എന്താ ഇത്ര വലിയ ഇമ്പോർട്ടന്റ് കാര്യം? അത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. എനിക്കൊരാഗ്രഹമുണ്ട്, നീ അത് നിറവേറ്റി തരൂ. ഗ്രാൻഡ്പയുടെ ഏതാഗ്രഹവും ഞാൻ നിറവേറ്റി തരും. എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്നാ നീ വാക്കാണ്, ഞാൻ പറയുന്ന എന്തും നീ അനുസരിക്കുന്നു. ഇതാ ഞാൻ വാക്കായിരുന്നു. ഗ്രാൻഡ്പയുടെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. ഞാൻ പറയുന്ന ആളെ നീ വിവാഹം കഴിക്കണം. വാട്ട്? നോ ഗ്രാൻഡ്പാ, പ്ലീസ്. ഗ്രാൻഡ്പാക്ക് അറിയാലോ എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലാന്ന്. എനിക്കറിയാം മോന് വിവാഹത്തിന് താല്പര്യമില്ലാത്തത് മോനിഷ്ടം ആൺകുട്ടികളായതുകൊണ്ടാണെന്ന്. അതാര് പറഞ്ഞു? ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുരവള്ളിക്ക് കത്തി വന്നപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. നിന്നെ ഞങ്ങൾ ചെറുപ്പം മുതൽ കാണുന്നതല്ലേ. നിന്റെ ഇഷ്ടമല്ലേ ഞങ്ങളുടെ ഇഷ്ടം. നീ ഒരു ആൺകുട്ടിയെ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതെ, ലവ് ഈസ് ലവ്.
താങ്ക്സ് ഗ്രാൻഡ്പ. നിങ്ങൾ എന്നെ മനസ്സിലാക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറല്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാ നീ ശരിക്കൊരു കാര്യം കേട്ടോ. നീ വിവാഹം കഴിച്ചാൽ മാത്രമേ എന്റെ സ്വത്തിന്റെ പകുതി നിനക്ക് ഞാൻ തരികയുള്ളൂ. നിനക്കറിയാല, അത് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് മില്യണയർ അല്ല ബില്യണയർ ആവാം. മറിച്ചാണെങ്കിൽ നിനക്ക് എന്റെ സ്വത്തിൽ നിന്ന് ആ പൈസ പോലും കിട്ടൂല. അയ്യടാ വീ വെട്ട്, പാവത്തിന് പൈസ ഇട്ട് വേറെ കളിയില്ലല്ലോ. ശരി, സമ്മതിച്ചു. അയ്യോടാ, ബില്യം കണക്കിന് പൈസ കിട്ടുന്ന പറഞ്ഞ പാവൻ കമന്നടിച്ച് വീണണ്ട. അപ്പൊ ഇനി വിവാഹത്തിന് എതിർപ്പുമില്ല, ഒന്നുമില്ല. ഓ എന്റെ ചക്കരമോൻ, എനിക്കറിയായിരുന്നു എനിക്ക് വേണ്ടി നീ ഇത് സമ്മതിക്കുമെന്ന്. പൂവ, അതെല്ലാവർക്കും മനസ്സിലായി. അതുപോട്ടെ, വര്യനാരാ? ദൈവം തന്നെ. ആര്? ജംബുക്ക? നോ ഗ്രാൻപ. ഇല്ല, ഇവനും കേട്ടില്ല. ഹിസ് ഇഡിയറ്റ്. ഐ കാൺ. ഗ്രാൻപക്ക് വേറെ ആരും കിട്ടിയില്ലേ? എനിക്ക് ഇഷ്ടമല്ല അവന്. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ വേണമെങ്കിൽ എടുത്തോണ്ടെങ്കിൽ എടുത്തോ. ഇല്ല, അവൻ എന്റെ വീമോൻകാ ചേർച്ച. അല്ലേലും റിയാനറിയുന്നതിന്റെ ഈ ദൈവം മടി കൊടുക്കൂലല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് പഞ്ഞ സ്വഭാവമാണ് അവനെതിരെ സമ്മതിച്ച. അവരോട് ഞാൻ ഇതിനെ പറ്റി ചോദിച്ചിട്ടില്ല. നമുക്ക് നാളെ പോയി ചോദിക്കാം. അത് ശരി, അപ്പൊ അവർക്കറിയാണ്ടാണ് ഇവിടെ കല്യാണം ഫിക്സ് ചെയ്തേ. എന്റെ പൊന്നു ഗ്രാൻഡ്പ, നമ്മൾ വിചാരിച്ച എത്ര കോടീശന്മാരുടെ മക്കളെ കിട്ടും ഈ ലോ ക്ലാസ്സുകളൊക്കെ. നോ മോനെ, അങ്ങനെ പറയരുത്. പൈസ ഉള്ളതും ഇല്ലാത്തതും മാറ്റി നിർത്തിയ എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. പൈസയുടെ ത്രാസിലിട്ടല്ല, മാനുഷിക പരിഗണന, മനുഷ്യത്വം എന്നിവ കൊണ്ട് വേണം ഓരോ മനുഷ്യനെയും അളക്കാൻ. മോൻ എന്തായാലും പോയി കിടന്നുറങ്ങിക്കോ. നല്ല യാത്രാക്ഷീണം കാണില്ലേ? നാളെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ. ശരി, ഗുഡ് നൈറ്റ്. ഗ്രാൻഡ്പക്ക് വേറെ ആരെയും കിട്ടിയില്ല. ഇങ്ങനെ ഒഴിവാക്കുപ്പത്. ഒഴിവാക്കണ കാര്യം മനസ്സിൽ വിചാരിക്കേണ്ട. അറിയാലോ ഗ്രാൻഡ്പയുടെ സ്വഭാവം. നിന്റെ അതേ സ്വഭാവം തന്നെയാണ്. എന്തേലും വിചാരിച്ചാൽ അത് നടത്തിയെടുക്കും. അല്ല, നിനക്കിപ്പ എന്താ പ്രശ്നം? അവന് ഇത്തിരി പൈസയുടെ കുറവുണ്ടെന്നല്ലേ ഉള്ളൂ. ബാക്കി എന്താ ഒരു കുറവ്? സുന്ദരനല്ലേ, അടിപൊളി സിംഗറല്ലേ. മതി മഹി പറഞ്ഞത്, പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്തേലും ആവട്ടെ പണ്ടാരം. എന്തായാലും നിന്നോട് പകരം വീട്ടാൻ അവസരം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലേ അങ്ങനെ ആയിക്കോട്ടെ. ഞാനുമായിട്ടുള്ള വിവാഹത്തിന് നീ നാളെ സമ്മതം വിളിക്കഴിഞ്ഞാൽ പിന്നെ നരകം എന്താണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരും. ഒന്ന് വേഗം നടക്കണ, സമയം പാതിരാത്രിയായി. ഇക്കടോടല്ലേ നീ നടക്കെന്ന് പറഞ്ഞിട്ട് ഓടുന്ന സ്പീഡാണല്ല. ഈ രാത്രി ഞാര് പിടിച്ചോണ്ട് പോവാനാണ്. പതിയെ നടക്ക്. നിനക്കങ്ങനെ പറയേ, എന്റെ വീട്ടിലെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. ഇന്ന് മിക്കവാറും പുറത്തെടുക്കേണ്ടി വരും. ഇതിപ്പോ ആരോട് പറയാ? നീ തന്നെയല്ലേ വൈകി തുടങ്ങിയത് പ്രോഗ്രാം. എടാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ എയർപോർട്ടിൽ പോകുന്നു. അതൊക്കെ, പക്ഷെ നീ പറഞ്ഞിരുന്ന ടൈമിലും കുറെ വൈകിയല്ലേ എത്തിയത്. ആ ഫാൻസ് ഒക്കെ എന്തോരം നേരം വെയിറ്റ് ചെയ്തെന്ന് നിനക്കറിയാലോ. ആദ്യം കുറച്ച് ഫാൻസാ നമുക്കുള്ളൂ. ഇങ്ങനെയൊക്കെ അവര് പിന്നെ വരാണ്ട കൂട്ട. നിനക്ക് ഫേമസ് ആവണ്ടേ, ലോകറിയണ പാട്ടുകാരനാവണ്ടേ, BTS താരമിനെ കാണണ്ടേ? യെസ് വേണം. ഇന്നൊരു ചാടത്തിന്റെ കാരണമാണ് ഞാൻ വരാൻ വൈകിയത്. ഇന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എയർപോർട്ടില്. ഇഷ്യൂ എന്തോറ്റി? ഒന്നില്ലടാ, ഒരാളുടെ മറ്റേ അറിയാതെ വെള്ളം കൊട്ടി. അതിനായി അതിന്റെ ഒരു മതി പട്ടി ചേർക്കണ്. കണ്ടറിയ ഉടായിപ്പാണെന്ന്. അത് പോട്ടെ, നമുക്ക് വേഗം പോവാം. തുടങ്ങി. നീ കാലുമ്പോ ചക്രം കിട്ടിയാണോ നടക്കുന്നത്? എന്ത് ഫാസ്റ്റ് ആണ്. ഞാൻ പോണിട്ടാ നിന്റെ വീടെത്തിയില്ലേ. നീയും കൂടെ ഒന്ന് വാടാ. വാട്ടാ. ശരി ഇട്ടാ. മോനി ഗിറ്റാർ പിടിച്ച് എന്നിട്ട് പോ. നടന്ന് പോയ ഞാൻ കൂടും. അമ്മേ അമ്മേ, ഈ ഭൂമുഖത്തൊക്കെ ഒന്ന് വരാവോ? ഈ വാതിലൊന്ന് തുറക്കാവോ? വന്നാ പാട്ടും കൂത്തും കഴിഞ്ഞ് ചൊവ്വുള്ള പണിക്ക് പോകാൻ പറഞ്ഞാ കേക്കൂല. രാവിലെ തന്നെ ഇറങ്ങിക്കോളും ഒരു പാളയിട്ട്. പാളല്ല മമ്മി, ഇതാണ് എന്റെ ഗിറ്റാർ. നീ എന്നെ ഷാന്ന് വിളിച്ചോടാ. ഓ എന്റെ പൊന്നമ്മേ, ഇന്നാ പൈസ. എന്റെ മോൻ പൈസ ഒക്കെ കൊണ്ടുവന്നു. എല്ലാരും എനിക്കറിയാം എന്റെ മോൻ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. നീ എത്ര വേണേലും പാടിക്കോ. നീ വലിയ ഗായകനാവും. നിന്റെ പാട്ട് നല്ല രസമാണ്. ഓ ആയിക്കോട്ടെ. മോന് വിശക്കണില്ലേ? നീ എല്ലാം കഴിച്ചായിരുന്നോ? ഇല്ല. ഫുഡ് എടുക്കളയിലുണ്ട്, എടുത്ത് കഴിച്ചിട്ട് കിടന്നോട്ടോ. ഞാൻ കിടക്കാൻ പോണു. അമ്മേ. എന്താ സാർ ഇരുന്ന് ടൈപ്പ് ചെയ്യണത്? ഇത് സാർ അന്വേഷിക്കാൻ പറഞ്ഞ ചെക്കന്റെ ഡീറ്റെയിൽസ് ആണ്. ആര്യ? ജോൺ ജഗുക്ക്. സാർ കേട്ടാൻ പറഞ്ഞ ചെക്കൻ. ഓക്കെ. അന്വേഷിച്ചിട്ട് നല്ല റിവ്യൂ ആണ് കിട്ടിയത്. പാവം. സാർ അവനോട് മര്യാദക്ക് പെരുമാറിയാ മതിയായിരുന്നു. നീ പോയി സാർ റെഡി ആയിരുന്നു നോക്ക്. ഗ്രാൻഡ് നേരത്തെ ചോദിക്കേണ്ടായിരുന്നു. ഞാൻ സാറിന് ഇമെയിൽ ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ സാർ. സാർ ഒരുങ്ങി കഴിഞ്ഞാ സാറിന്റെ ഗ്രാൻഡ് താഴെ വെയിറ്റ് ചെയ്യേണ്ടത്. യെസ്, ഐ എം കമ്മിങ്. യു ക്യാൻ ഗോ നൗ. ഇതാണോ നീ മാസങ്ങളായിട്ട് വർക്ക് ചെയ്യണ സോങ്? ആടാ, ബട്ട് ലിറിക്സ് എഴുതിയിട്ടില്ല. ട്യൂൺ മാത്രം സെറ്റ് ആയിട്ടുള്ളൂ. 2-3 തവണ ലിറിക്സ് എഴുതിയതാണ്. ബട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല.
എന്തായാലും നിന്റെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് ഉണ്ട്. എന്ത് രസകൾക്ക്. ഓ സുഖിച്ചോട്ടാ. അമ്മേനല്ലേ എന്തൊക്കെയാവോ വിളിക്കാൻ തോന്നിയത്? ഹലോ അമ്മ. മോനെ എത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വാടാ, വേഗം കൂടി വാ. എന്തൊക്കെയ അമ്മേ, എന്താ പ്രശ്നം? ഹലോ ഹലോ, ഫോൺ കട്ടയല്ലേ? എടാ എന്റെ ഒപ്പം ഒന്ന് വാടാ വീട്ടിലും. എന്താ പ്രശ്നമുണ്ട്, ഒന്ന് വാടാ. എന്താടാ നിന്റെ വീട് കാറിന്റെ ഷോറൂം ആക്കിയ? റോൾസ് റോയ്സ്, ലംബോർഗിനി, ഫുൾ ലക്ഷറി കാറുകളാണല്ലോ. നിങ്ങൾക്ക് വല്ല ലോട്ടറി അടിച്ചാടാ? ഓടെ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഈ കാർ നോക്കിയേ, ഇതാ റിച്ച് കിമ്മപ്പൂപ്പന്റെ കാറല്ലേ? അത് ശരിയാണല്ല. നീ വന്നിങ്ങട്. മോനെ നീ വന്നോ? സാർ എന്താ ഇവിടെ? ഒരുപാട് നാളായി ബ്രോയുടെ പ്രോഗ്രാമിന് വേണമെന്ന് വിചാരിക്കണേ, പക്ഷെ ഒഴിവ് കിട്ടാറില്ല. നല്ല വോയിസ് ആയിട്ടാ. ഡാൻസ് യൂട്യൂബിലിടുന്ന പ്രോഗ്രാമിന്റെ ക്ലിപ്പൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരു സെൽഫി. ഇത് സാറിന്റെ പേരക്കുട്ടിയല്ലേ? ആ മോനെ, എനിക്ക് വേറൊരു പേരക്കുട്ടിയും കൂടി ഉണ്ട്. അവന്റെ വെഡിങ് ആണ്. ഓ, അതിനൊപ്പം നിങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നതാണോ? ഒന്ന് പോടാ, ഇത്രയും വലിയ ബില്യണറല്ലേ നമ്മുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നേക്കണം. മോനെ ഇങ്ങോട്ട് വന്ന്. എക്സ്ക്യൂസ് മീ സാർ. അമ്മ ഞാൻ പറഞ്ഞു. എടാ മോനെ, എന്റെ കയ്യും കാലും വേറെയിൽ ഇതുവരെ മാറിയിട്ടില്ല. ഇത്രയും വലിയ പണക്കാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കണം. അത് കല്യാണം വിളിച്ച്. കല്യാണം? അതെ കല്യാണം. ആ കല്യാണം കഴിഞ്ഞാൽ നമ്മ രക്ഷപ്പെടും. നിന്നെ മാത്രം മതിയെന്നാ അവര് പറഞ്ഞത്. എന്നെ? അതേ മോനെ, എന്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. രണ്ട് കുറെ നാളായി പറയുന്നു. ഇതും പറഞ്ഞ യുകെനെ വിളിച്ചു കിട്ടിയിട്ടുണ്ട്. അവനോ? ആണാണോ? അതെ ആണാണ്. എന്തേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളോ? ഇതാണോ സാറിന്റെ പേരക്കുട്ടി? അതെ മോനെ. എക്സ്ക്യൂസ് മീ സാർ, ഇങ്ങോട്ട് വന്നേ. ഇതാടാ ഞാൻ പറഞ്ഞ അയാള് ഇന്നലെ എയർപോർട്ടിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ? മൈ ഗോഡ്, പ്രശ്നം ഉണ്ടാക്കിയ ആളിപ്പോ കല്യാണം ആലോചിച്ച് വന്നിരിക്കണം. മോനെ, സംതിങ് ഫിഷി. അതേടാ, ഉറപ്പായിട്ട് അയാളെ മുഖം കണ്ടാ അറിയാ എന്നോടുള്ള ദേഷ്യം വെച്ച് വന്നേക്കാണ്. എന്നാലേ ഒരു കാരണവശാലും സമ്മതിക്കരുത്. അല്ല, നീ പറഞ്ഞത് കണ്ടാലറിയ ഉടായിപ്പാണെന്നല്ലേ? ഇപ്പൊ കണ്ടാടാ കോടീശ്വരനാണെന്ന്. ഓടെ ഇന്നലെ കണ്ടപ്പോ ചേരാത്ത ടൗസറും ഹുഡിയായിരുന്നു ഇട്ടിരുന്നത്. ഫുട്പാത്തിലൊക്കെ കിട്ടണ പോലത്തെ. ഫുട്പാത്ത് അല്ല, ഗുച്ചിയാണ്. എക്സ്പെൻസീവ് ഡ്രസ്സാണ്. ഓ, ഇയാള് ഇന്നലെ അയാളുടെ ഉണ്ടായിരുന്നല്ലേ? യെസ്. സോറി സാർ, എനിക്ക് ബോയ്സിന് ഇഷ്ടമാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറ്റിയില്ല, എനിക്ക് സമ്മതല്ല. മാത്രല്ല I'm just 23. എനിക്ക് കല്യാണ പ്രായമായിട്ടൊന്നുമില്ല. എനിക്ക് എന്റെ കരിയറാണ് പ്രധാനം. നിന്റെ കരിയർ ഇതുവഴി കൂടുതൽ ഗോൾഡൻ ആവുകയുള്ളൂ. നീ കെട്ടാൻ പോണത് ഒരു ബില്യണറെ അല്ലേ? കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നിന്നെയും കൂട്ടി അവൻ യുകെയിലോട്ട് പോകും. നിന്റെ അമ്മക്ക് ജീവിതകാലം മുഴുവൻ സുഖിച്ച് ജീവിക്കാനുള്ള കോടികൾ ഞങ്ങൾ കൊടുക്കും. കോടികളോ? സമ്മതിക്കടാ. അവൻ ഒരു കരിയർ, ഇത് കഴിഞ്ഞാലും നിനക്ക് കരിയർ ഉണ്ടാക്കാലോ. സാർ, അവൻ സമ്മതിക്കും. ഒന്ന് പോ അമ്മേ. അമ്മ എന്താ നീ പറയണത്? കേട്ടില്ല, അയാൾ ആണാണ്. അതിനിപ്പോ എന്താ അമ്മ പറയണത്? നീ ഇങ്ങോട്ട് വാ. നിന്നെ കൊണ്ട് ഈ കുടുംബത്തിന് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ കുടുംബം രക്ഷപ്പെടട്ടെ. നിന്നെ കൊല്ലാനൊന്നുമില്ലല്ലോ, സുഖമായിട്ട് കോടീശ്വരനായിട്ട് ജീവിക്കാനല്ലേ. ഇതുവഴി നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുള്ളൂ. അമ്മേ പ്ലീസ് പോടാ. ഒന്നുമില്ല സാർ, അവൻ സമ്മതമാണ്. നോ. എക്സ്ക്യൂസ് മീ, ജങ്കുക്കിന് സമ്മതായ സ്ഥിതിക്ക് നമുക്ക് കുറച്ചേരം സംസാരിച്ചോളൂ. വരൂ. നീ വെട്ട്, നിന്റെ അമ്മ പൈസ കമ്മന്ന് വീണിട്ടുണ്ട്. ചെല്ലു കുക്കി, ബ്രദറെ വിളിക്കുന്നു. ചെല്ലു മോനെ. നീ സമ്മതിച്ചോ ഇതിന്? അതിനിവിടെ എന്റെ സമ്മതാർക്കും വേണ്ടടാ. എല്ലാരും ഇഷ്ടങ്ങൾ നടക്കട്ടെ, ഞാൻ നിന്ന് കൊടുക്കും. നമ്മുടെ ഇഷ്ടം നടക്കട്ടെ. ഞാൻ അമ്മനെ മര്യാദക്ക് നോക്കണില്ല. ഇതുവഴിയെങ്കിലും അമ്മ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. എക്സ്ക്യൂസ് മീ. വന്നു. ഇങ്ങനൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല. അല്ലെങ്കിലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ജീവിതത്തിൽ സംഭവിക്കുക. എനിവേ, നിന്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഞാനും അമ്മയും മാത്രം. ഇതാണല്ലേ അപ്പൊ നിന്റെ പട്ടിക്കൂട്? പട്ടിക്കൂടാ പോടാ, നിന്റെ പട്ടി ഇത്ര വലിയ കൂട്ടിലാണ് കിടക്കണത്. നിന്റെ നാവ്, അതാണ് നിന്റെ ശത്രു. അത് മനസ്സിലാക്കിക്കോ. കല്യാണം കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. ആവശ്യമില്ലാതെ ഇന്നലെ എന്റെ മുമ്പിൽ കുറച്ച നിന്റെ നാവ് നിന്നത് മനസ്സിലാക്കി തരും. എന്താ ഭീഷണിപ്പെടുത്താണ്? താനാരാന്നാ തന്റെ വിചാരം? അപ്പൊ നമുക്ക് നാളെ കല്യാണത്തിനാണ്. നാളെയോ? യെസ്, നാളെ കല്യാണം. മറ്റന്നാ ബാക്ക് ടു UK. അല്ലാതെ നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു മാസം മുന്നേ ആഘോഷം തുടങ്ങാം. എന്റെ ഗ്രാൻഡ് പേയോട് എനിക്ക് നോ പറയാൻ പറ്റൂല. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പൈസ എന്ന് പറഞ്ഞപ്പോ നീയും സമ്മതിച്ചില്ലേ ഇതിന്? പൈസ അല്ല, തന്റെ പോലെ എന്റെ അമ്മയോട് എനിക്ക് നോ പറയാൻ പറ്റൂല, അതുകൊണ്ടാണ്. ഓ അറിയാം. അപ്പൊ നാളെ കല്യാണത്തിന് കാണാം. പോട്ടെ? കാണാം. പോട്ടെ മോനെ. എന്നാൽ സാറല്ല, ഗ്രാൻഡ് പാന്ന് വിളിച്ചാ മതി. ബൈ കുക്കി, ബൈ. I know you
told your friend you're not okay? And tell me what's wrong and why you never said you felt that way. For sure with Vici I was cool. We don't talk anymore like we used to do. We don't talk anymore. I got you, baby. And if you feel you're sinking, I will jump right over into cold, cold water for you. Work, 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 work. Let me work, 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 work. If you need me, that. आतरा जो जाएगा तुम मुझे संग करके तुम्हारी बातें मेरे संग करके I want to see you मेरी नैन सोनिया तेरे नाल नाल वे तेरा boyfriend It's your favorite song. Dance, dance, dance to the distortion. Girl, you Bad enough. oh, you are my sunrise on the darkest day. Got me feeling some kind of way. I'm gonna catch the rhythm while she push up against me. Ooh, she fits me. Bye, baby, rock-a-bye. I'm gonna rock you, rock-a-bye, baby, don't you cry. Somebody got you, rock-a-bye, baby, rock-a-bye. I'm gonna rock you, rock-a-bye, baby, don't you cry. Bang, bang, alright then. Rockabye, don't bother cry. Havana, na, na.